ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോംസ് ആണ് പഠിച്ചത്. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. അതായത് എൽ എന്ന് എഴുതിയെടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, എൽ ഇൻവേഴ്സ് എന്ന് എഴുതാം. എൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇഫ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഈസ് എഫ് ഓഫ് എസ്, അതായത് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, എഫ് ഓഫ് എസ് എന്നാണ്. അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്, എഫ് ഓഫ് ടി. എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ആണെങ്കിൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സിനെയാണ് എന്ത്, എഫ് ഓഫ് ടി എന്ന് പറയുക. ദാറ്റ് ഈസ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്തായിരിക്കും, എഫ് ഓഫ് ടി ആയിരിക്കും. എൽ ഓഫ് എഫ് ഓഫ് ടി എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ് എന്ത്, എഫ് ഓഫ് ടി. പിന്നെ നമുക്കതിൻ്റെ കുറച്ച് റിസൾട്ട് നോക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ലാപ്ലേസിൻ്റെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, തിരിച്ച് ഇൻവേഴ്സ് എടുക്കുകയാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണെന്ന്. എൽ ഓഫ് സീറോ സീറോ ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് സീറോ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതുപോലെ എൽ ഓഫ് വൺ ഇസ് ഈക്വൽ ടു എന്താണെന്നറിയാം, 1/s ആണെന്നറിയാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ആണ് എന്ത്, 1. എൽ ഓഫ് 1/s ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ആണ് 1. നെക്സ്റ്റ് വൺ, എൽ ഓഫ് ടി റേസ് ടു n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1 ആണെന്നറിയാം. സോ എൽ ഓഫ് n ഫാക്ടോറിയൽ എൽ ഇൻവേഴ്സ് ഓഫ് n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ടി റേസ് ടു n. പക്ഷെ ഒരിക്കലും നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം പറയുമ്പോൾ n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1ൻ്റെ ടേമിൽ പറയില്ല, എസ് റേസ് ടു n-ൻ്റെ ടേമിലേ പറയുള്ളൂ. സോ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ 1/s റേസ് ടു n ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ റിസൾട്ടും ജസ്റ്റ് ഒന്ന് മാറ്റി ഇതാണ്. എൽ ഓഫ് ടി റേസ് ടു n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1 ആണ്. സോ എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 എന്ത് വരും, n-1 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n-1 പ്ലസ് 1 എന്നാവും. -1ഉം പ്ലസ് 1ഉം ക്യാൻസൽ ചെയ്താൽ എസ് റേസ് ടു n. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്താം, എൽ ഇൻവേഴ്സ് ഓഫ് 1/s റേസ് ടു n ഇസ് ഈക്വൽ ടു ടി റേസ് ടു n-1 ഡിവൈഡഡ് ബൈ n-1 ഫാക്ടോറിയൽ. അതുപോലെ എൽ ഓഫ് ഇ റേസ് ടു എ ടി 1/s മൈനസ് എ ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ ആണെന്ത്, ഇ റേസ് ടു എ ടി. എൽ ഓഫ് കോസ് എ ടി s/s² പ്ലസ് a സ്ക്വയർ ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് s/s² പ്ലസ് a സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എ ടി ആണ്. എൽ ഓഫ് സൈൻ എ ടി ഈക്വൽ ടു a/s² പ്ലസ് a സ്ക്വയർ ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് a/s² പ്ലസ് a സ്ക്വയർ സൈൻ എ ടി ആയിരിക്കും. പക്ഷെ മോസ്റ്റ് ഓഫ് കേസ് നമ്മൾ 1/s² പ്ലസ് a സ്ക്വയർ ആണ്. സോ 1/, ആക്കാൻ വേണ്ടിയിട്ട് ഈ എന് ഇങ്ങോട്ട് കൊണ്ടുവരിക. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് a സ്ക്വയർ എന്ത് വരും, 1/a ഇൻറ്റു സൈൻ എ ടി. അതുപോലെ സൈൻ എച്ച് എ ടിൻ്റെ ലാപ്ലേസ് a/s² മൈനസ് a സ്ക്വയർ ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് a/ എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് എ ടി. എൽ ഇൻവേഴ്സ് ഓഫ് 1/, ആണെങ്കിൽ 1/a ഇൻറ്റു സൈൻ എച്ച് എ ടി. അതുപോലെ എൽ ഓഫ് കോസ് എച്ച് എ ടി s/s² മൈനസ് a സ്ക്വയർ ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് s/s² മൈനസ് a സ്ക്വയർ ആണ് എന്ത്, കോസ് എച്ച് എ ടി. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ലീനിയാരിറ്റി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഇതെല്ലാം എന്തിലും ഹോൾഡ് ചെയ്യും, ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ കേസിലും ഹോൾഡ് ചെയ്യും. നോക്കാം. ഫോർ എനി ഫംഗ്ഷൻസ് എഫ് ഓഫ് എസ് ആൻഡ് ജി ഓഫ് എസ് ഹൂസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ആൻഡ് എനി കോൺസ്റ്റൻസ് എ ആൻഡ് ബി, എൽ ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ജി ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്താണ്, എ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ വെളിയിലേക്ക് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് എ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. അതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് നമ്മൾ പഠിച്ചത്, ഇഫ് എൽ ഓഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് ദെൻ എൽ ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് മൈനസ് എ എന്നാണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി എന്ന് എഴുതാം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടിൻ്റെ ലാപ്ലേസ് എഫ് ഓഫ് എസ് മൈനസ് എ ആണെന്നാണ്. സോ തിരിച്ച് പറയുകയാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് മൈനസ് എ ഈക്വൽ ടു എന്താണ്, ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. നെക്സ്റ്റ് റിസൾട്ട്, ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ആൻഡ് എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എസ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് ടി ആണ്. നമ്മൾ നേരത്തെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കാനുള്ള ഫോർമുല എസ് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എഫ് ഓഫ് സീറോ എന്നാണ്. സോ എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ ആണെങ്കിൽ എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ത് വരും, എസ് ഇൻറ്റു എൽ ഓഫ് എഫ് എന്ന് വരും. എസ് ഇൻറ്റു എൽ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എൽ ഓഫ് എഫ് ഡാഷ് ഓഫ് ടി എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എസ് എഫ് ഓഫ് എസ് എന്താണ്, എഫ് ഡാഷ് ഓഫ് ടി ആണ്. അതുപോലെ ഇൻ ജനറൽ നമ്മൾ എൽ ഓഫ് എഫ് nth ഡെറിവേറ്റീവ് ആണെങ്കിൽ ഇവിടെ എസ് റേസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, ദാറ്റ് ഈസ് എസ് റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് എസ് റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എസ് മൈനസ് 1 പ്ലസ് എക്സെട്ര എന്ന് വരും. അതിൻ്റെയൊക്കെ വാല്യൂ
എഫ് ഓഫ് സീറോ എഫ് ഡാഷ് ഓഫ് സീറോ എന്നാണ് വരിക. അതിൻ്റെ എല്ലാം വാല്യൂ സീറോ ആണെങ്കിൽ എൽ ഓഫ് എഫ് റൈസ് ടു എൻ ഇൻറ്റു എൽ ഓഫ് എഫ് nth ഡെറിവേറ്റീവ് ഓഫ് ടി ഈക്വൽ ടു എസ് റൈസ് ടു എൻ എഫ് ഓഫ് എസ് എന്നാണ് വരിക. സോ എൽ ഇൻവേഴ്സ് ഓഫ് എസ് റൈസ് ടു എൻ എഫ് ഓഫ് എസ് ഈക്വൽ ടു എന്ത് വരും? എഫ് nth ഡെറിവേറ്റീവ് ഓഫ് ടി. ഇതെല്ലാം സീറോ ആണെങ്കിലാണ് അങ്ങനെ വരിക. അതുപോലെ ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ദെൻ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ബൈ എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എൽ ഓഫ് ഇൻ്റഗ്രൽ സീറോ ടു ടി എഫ് ഓഫ് ടി ഡി ടി എഫ് ഓഫ് എസ് ബൈ എസ് ആണ്. സോ തിരിച്ച് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ബൈ എസ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ആയിരിക്കും. അതുപോലെ ഇഫ് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എസിന് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടി എഫ് ഓഫ് ടി ആണ്. ഇത് നമ്മൾ ഇന്നലെ ഇപ്പോൾ പറഞ്ഞ റിസൾട്ടാണ്. എൽ ഓഫ് ടി എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്താണെന്നുള്ളത്? മൈനസ് എഫ് ഡാഷ് ഓഫ് എസ്. സോ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഡാഷ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് ടി എഫ് ഓഫ് ടി ആയിരിക്കും. ഇതിനെ തന്നെ ജനറലൈസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എൽ ഇൻവേഴ്സ് ഓഫ് എഫ് nth ഡെറിവേറ്റീവ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ റൈസ് ടു എൻ ഇൻറ്റു ടി റൈസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടി. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസിയേഷനെ നേരെ നമ്മൾ തിരിച്ചെഴുതിയതാണ്. അതുപോലെ തന്നെ ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് എഴുതാം. എൽ ഇൻവേഴ്സ് ഓഫ് ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ബൈ ടി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് യു ഡി യു എന്ന് എഴുതാമെന്നാണ്. സോ അതിൻ്റെ ഇൻവേഴ്സും എഴുതാൻ പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നേരത്തെയിലാണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എൽ ഓഫ് കോസ് എ ടി ഇസ് ഈക്വൽ ടു എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നാണ് വരിക അല്ലേ. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ആകുമ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? കോസ് എ ടി എന്ന് എഴുതാം. പക്ഷേ പല കേസിലും നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യണം. അതായത് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ രണ്ട് ടേം വന്നു കഴിഞ്ഞാൽ എസ് ബൈ എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ത്രീ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡയറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളത് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്ററിൽ പറഞ്ഞു തന്നിരുന്നു എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിലുള്ള ടേമിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഡിനോമിനേറ്ററിലുള്ള ടേം ലീനിയർ ആണെങ്കിൽ എസ് മൈനസ് എ എന്നുള്ള ഫോമാണ് താഴെയുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? എസ് മൈനസ് എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ 1/s-2 ആണ് താഴെയുള്ളതെങ്കിൽ s-2 ആണോ s-2 ഹോൾ സ്ക്വയർ ആണോ വരുന്നത് നോക്കാം. അപ്പോൾ 1/s-2 ആണ് വരുന്നതെങ്കിൽ നമ്മളിതിനെ എങ്ങനെ മാറ്റി എഴുതണം? a/s-2 എന്ന് എഴുതാം. എന്നിട്ട് ഈ എൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. a/s-a എന്നാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. താഴെയുള്ള ടേം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 1/s-2ന് പകരം 1/s-2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമ്മളിതിന് എങ്ങനെയാണ് മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്? a/s-2 ഹോൾ സ്ക്വയർ ആണെങ്കിൽ a/s-2 പ്ലസ് b/s-2 ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ഇപ്പോൾ ഹോൾ റേസ് ടു 10 ആണെങ്കിലോ a/s-2 പ്ലസ് ഇപ്പോൾ എ എന്ന കോൺസ്റ്റൻറ്റ് എ ബി സി ഡി എടുക്കണമെന്നില്ല. a1/s-2 പ്ലസ് a2/s-2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എവിടം വരെ എഴുതണം? a10 ഡിവൈഡഡ് ബൈ s-2 ഹോൾ റേസ് ടു 10 വരെ എഴുതണം. എത്ര തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ അത്രയും കോൺസ്റ്റൻസ് നമ്മൾ എടുക്കണം. ഇപ്പോൾ 2 ആണെങ്കിൽ s-2ഉം s-2 ഹോൾ സ്ക്വയറും എഴുതുക. 3 ആണെങ്കിൽ s-2 s-2 ഹോൾ സ്ക്വയർ s-2 ഹോൾ ക്യൂബ് അങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇത് എപ്പോഴാണ് നമ്മൾ ചെയ്യുക? ലീനിയർ ഫാക്ടറിൽ തന്നെ നോൺ റിപ്പീറ്റഡും റിപ്പീറ്റഡും വരുന്ന കേസിൽ. ഇനി ഡിനോമിനേറ്ററിലുള്ളത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് എസ് സ്ക്വയർ പ്ലസ് എ എസ് പ്ലസ് ബി എന്നാണ് ഡിനോമിനേറ്ററിലുള്ളത്, അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഒരു ടേമേ ഉള്ളൂ. ഇപ്പോൾ മുകളിൽ ഇപ്പോൾ ഒരു 5 ഡിവൈഡഡ് ബൈ സം 2a സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 ഇങ്ങനെയാണ് താഴെയുള്ളതെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഫംഗ്ഷനാണ്. സോ നമ്മളിതിന് എങ്ങനെ മാറ്റി എഴുതണം? എ എസ് പ്ലസ് ബി, അവിടെ നമ്മൾ നേരത്തെ ഒരു കോൺസ്റ്റൻറ്റ് എ ബൈ ആ ടേം എടുത്തതിന് പകരം താഴെ അത് ലീനിയർ ആണെങ്കിലാണ് എ ബൈ അങ്ങനെ എടുക്കുക. അതിന് പകരം എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ് താഴെയുള്ളതെങ്കിൽ എ എസ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ ദാറ്റ് ഫംഗ്ഷനാണ് എഴുതേണ്ടത്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇനി ഇവിടെയും ഹോൾ ക്യൂബ് അല്ലെങ്കിൽ ഹോൾ റേസ് ടു 3 എന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? a1s പ്ലസ് b1 ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 പ്ലസ് a2s 3 സ്റ്റെപ്പ് ഇതുപോലെ എഴുതണം. a2s പ്ലസ് b2 ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 ഹോൾ സ്ക്വയർ, അതുപോലെ a3s പ്ലസ് b2 ഡിവൈഡഡ് ബൈ 2a സ്ക്വയർ പ്ലസ് 3s പ്ലസ് 1 ഹോൾ ക്യൂബ്. അപ്പോൾ എത്ര എണ്ണം ഉണ്ടോ അത്രയും തവണ നമ്മൾ എന്ത് ചെയ്യണം? ഇത് താഴെ എഴുതിയിട്ടുണ്ടാവണം. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ്
L inverse of 1 by s raised to 5 and L inverse of 1 by s square plus 7. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം L inverse of 1 by s raised to n ഫോർമുല എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് റിസൾട്ടിൽ. L inverse of 1 by s raised to n കാണാനുള്ള ഫോർമുല t raised to n minus 1 by n minus 1 ഫാക്ടോറിയൽ ആണ്. സോ 1 by s raised to 5 ആയതുകൊണ്ട് t raised to 5 minus 1 by 5 minus 1 ഫാക്ടോറിയൽ which is equal to t raised to 4 by 5 minus 1 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എങ്ങനെ കണ്ടുപിടിക്കുക? 4 into 3 into 2 into 1. 4 into 3 12 into 2 24. അപ്പോൾ t raised to 4 by 24 എന്ന് കിട്ടി. ഫസ്റ്റിൻ്റെ ആൻസറായി. നെക്സ്റ്റ് വൺ L ഇൻവേഴ്സ് ഓഫ് 1 by s സ്ക്വയർ പ്ലസ് 7 എന്നാണ്. ഇപ്പോൾ 1 by s സ്ക്വയർ പ്ലസ് 7 എന്ന് പറഞ്ഞാൽ ഏത് ഫോമുല എടുക്കണത്? 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ മാറ്റാം. അപ്പോൾ 7നെ നമുക്ക് എങ്ങനെ എഴുതാം? s സ്ക്വയർ പ്ലസ് റൂട്ട് 7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. 7നെ റൂട്ട് 7ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. റൂട്ട് 7 സ്ക്വയർ ചെയ്താൽ 7 ആണ് കിട്ടുക. 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ റിസൾട്ടാണ്? 1 by a ഇൻറ്റു സൈൻ 80 ആണ്. സോ എക്ക് പകരം റൂട്ട് 7 ആണ്. സോ എന്ത് വരും? 1 by റൂട്ട് 7 ഇൻറ്റു സൈൻ റൂട്ട് 7 t എന്ന് എഴുതാം. നെക്സ്റ്റ് വൺ ഇവാലുവേറ്റ് L ഇൻവേഴ്സ് ഓഫ് minus 2s plus 6 divided by s square plus 4 which is equal to ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? ന്യൂമറേറ്ററിലാണ് രണ്ട് ടേം ഉള്ളതെങ്കിൽ നമുക്ക് -2s by s square plus 4 plus 6 by s square plus 4 എന്ന് എഴുതാം. പക്ഷെ താഴെ രണ്ട് ടേം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യേണ്ടത്. സോ മോളിൽ രണ്ട് ടേം വന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്യാം. L ഇൻവേഴ്സ് ഓഫ് -2s by s square plus 4 plus L ഇൻവേഴ്സ് ഓഫ് 6 by s square plus 4 which is equal to ഇതിൽ -2 കോൺസ്റ്റൻ്റ് ആണ്. സോ വെളിയിലേക്ക് എടുക്കാം. -2 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് s by s square plus 4 plus 6 കോൺസ്റ്റൻ്റ് വെളിയിലേക്ക് എടുക്കാം. 6 ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1 by s square plus 4. അപ്പോൾ -2 ഇൻറ്റു മുകളിൽ s വന്നു കഴിഞ്ഞാൽ കോസിൻ്റെ റിസൾട്ടാണ്. s by s square plus a സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് 80 ആണ്. പക്ഷേ ഇവിടെ a സ്ക്വയറിന് പകരം 4 ദാറ്റ് ഈസ് 2 സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ -2 ഇൻറ്റു കോസ് 2t പ്ലസ് 6 ഇവിടെ ഉണ്ട്. 1 by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 1 by a ഇൻറ്റു സൈൻ 80 ആണ്. ഇവിടെ എക്ക് പകരം 2 സ്ക്വയർ ആണ് 4. അപ്പോൾ എക്ക് പകരം 2. അപ്പോൾ 1 by 2 ഇൻറ്റു സൈൻ 2t എന്ന് എഴുതാം. 6 ഇൻറ്റു 1 by 2 ഇൻറ്റു സൈൻ 2t. അപ്പോൾ -2 കോസ് 2t 6 2 കൂടെ ക്യാൻസൽ ചെയ്താൽ 3 എന്ന് വരും. ദാറ്റ് ഈസ് 3 സൈൻ 2t. In next one, find the inverse Laplace transform of the following functions. First question 3s plus 7 by s square minus 2s minus 3. രണ്ടാമത്തെ 5s square minus 15s minus 11 divided by s plus 1 into s minus 2 whole cube. മൂന്നാമത്തെ 3s plus 1 divided by s minus 1 into s square plus 1. ഇപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക. ഡിനോമിനേറ്ററിലുള്ള എന്താണ്? എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3 ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് ലീനിയർ ആക്കാൻ പറ്റുമെന്ന് നോക്കാം. ലീനിയർ ആക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3നെ നമുക്ക് ലീനിയർ ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെ എഴുതാം? s മൈനസ് 3 ഇൻറ്റു s പ്ലസ് 1 എഴുതാം. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം കിട്ടും. സോ ഇതിനെങ്ങനെ എഴുതാം? മാറ്റി എഴുതാം. 3s പ്ലസ് 7 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ മൈനസ് 2s മൈനസ് 3നെ 3s പ്ലസ് 7 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ ഡിനോമിനേറ്ററിൽ രണ്ട് ലീനിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെ ലീനിയർ ഫാക്ടറിൻ്റെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ പറഞ്ഞത്? a ബൈ ആ ലീനിയർ ഫാക്ടർ എഴുതാണ്. സോ അവിടെ രണ്ടെണ്ണം ഉള്ളത് കൊണ്ട് a ബൈ എസ് മൈനസ് 3 പ്ലസ് b ബൈ എസ് പ്ലസ് 1 എഴുതാം. ഇനി ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിനോമിനേറ്റർ നമുക്ക് എന്താക്കണം? സെയിം ആക്കണം. അപ്പോൾ 3s പ്ലസ് 7 ഡിവൈഡഡ് ബൈ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1നെയാണ് നമ്മൾ a ബൈ എസ് മൈനസ് 3 പ്ലസ് b ബൈ എസ് പ്ലസ് 1 എഴുതിയത്. സോ ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 ആക്കാൻ ഇവിടെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ എസ് മൈനസ് 3 ഇൻറ്റു എസ് പ്ലസ് 1 കൊണ്ട് രണ്ട് ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് വരും? a ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് b ഇൻറ്റു എസ് മൈനസ് 3 ഈക്വൽ ടു 3s പ്ലസ് 7. ഇനി നമ്മുടെ എയിം എയും ബിയും കണ്ടുപിടിക്കുകയാണ്. സോ a കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആക്കാം. b കിട്ടാൻ ഈ ടേമിന് 0 ആക്കാം. അപ്പോൾ s ഈക്വൽ ടു 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും. സോ 3 ഇൻറ്റു 3 പ്ലസ് 7 ഈക്വൽ ടു a ഇൻറ്റു 3 പ്ലസ് 1. 3 ഇൻറ്റു 3 9 പ്ലസ് 7 16 ഈക്വൽ ടു 3 പ്ലസ് 1 4 ഇൻറ്റു a എന്നാവും. സോ a ഈക്വൽ ടു 16/4 4 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ b കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ടേം 0 ആക്കുക. ഇത് 0 ആക്കാൻ എസ്സിന് -1 കൊടുക്കുക. അപ്പോൾ s ഈക്വൽ ടു -1 കൊടുത്താൽ 3 ഇൻറ്റു -1 പ്ലസ് 7 ഈക്വൽ ടു b ഇൻറ്റു -1 മൈനസ് 3 എന്ന് കിട്ടും. 3 ഇൻറ്റു -1 മൈനസ് 3 പ്ലസ് 7 ഈക്വൽ ടു -1 മൈനസ് 3 -4b എന്നാവും. -3 പ്ലസ് 7 എത്രയാണ്? 4 4 ഈക്വൽ ടു -4b.
അപ്പോൾ ബി ഈക്വൽ ടു -4/4 വിച്ച് ഇസ് ഈക്വൽ ടു -1. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore 3s plus 7/s² minus 2s minus 3 equal to a/s minus 3 plus b/s plus 1 എന്നായിരുന്നു. എക്ക് പകരം 4/s minus 3, ബിൻ്റെ വാല്യൂ -1 ആണ്. സോ -1/s plus 1. ഇനി നമുക്കിതിൻ്റെ എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. Therefore L inverse of 3s plus 7/s² minus 2s minus 3 equal to L inverse of 4/s minus 3 minus L inverse of 1/s plus 1. അപ്പോൾ L inverse of ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, 4 കോൺസ്റ്റൻ്റ് ആണ്, വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 4 into L inverse of 1/s minus 3 minus L inverse of 1/s plus 1. നമുക്കറിയാം L inverse of 1/s minus a എന്ന് പറഞ്ഞാൽ എന്താണ്, e raised to 8t ആണ്. സോ എക്ക് പകരം ഇവിടെ 3 ആണ്. സോ e raised to 3t. 4 into e raised to 3t minus 1/s plus 1 എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ വാല്യൂ -1, ദാറ്റ് ഈസ് e raised to -t. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 5s² minus 15s minus 11/s plus 1 into s minus 2 whole ക്യൂബിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണലാണ്. സോ ഇവിടെ ഉള്ളത് ഒന്ന് ലീനിയറും മറ്റൊന്ന് ലീനിയർ അല്ലാത്തതുമാണ്. s-2 ലീനിയർ ആണ്, ലീനിയറിൽ തന്നെ റിപ്പീറ്റഡ് വന്നു. അപ്പോൾ ആദ്യം s plus 1ൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ എഴുതുക, a/s plus 1 പ്ലസ് റിപ്പീറ്റഡ് ലീനിയർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ക്യൂബ് ആണെങ്കിൽ നമ്മൾ പുതിയ 3 കോൺസ്റ്റൻസ് എടുക്കണം. s-2 താഴെ എഴുതേണ്ടത് s-2, s-2 ഹോൾ സ്ക്വയർ, s-2 ഹോൾ ക്യൂബ്. അപ്പോൾ s plus 1ൻ്റെ a/s plus 1 എഴുതാം. s-2 ഹോൾ ക്യൂബിന് പകരം b/s-2 പ്ലസ് c/s-2 ഹോൾ സ്ക്വയർ, ഇവിടെ ക്യൂബ് ആണെങ്കിൽ 3 എണ്ണം എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ b/s-2 പ്ലസ് c/s-2 ഹോൾ സ്ക്വയർ പ്ലസ് d/s-2 ഹോൾ ക്യൂബ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുകയാണ്. ഇവിടെ ഉള്ളത് s plus 1 into s-2 ഹോൾ ക്യൂബാണ്. ഇവിടെ ഓരോന്നിനും ഓരോന്നാണ് കിടക്കുന്നത്. സോ ഈ ഇക്വേഷനെ ഫുള്ളായിട്ട് s plus 1 into s-2 ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, ഇവിടെ ഓൾറെഡി ഒരു s plus 1 ഉണ്ട്. ഇതിനെ s plus 1 into s-2 ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ s plus 1 ക്യാൻസൽ ചെയ്ത് ബാക്കി s-2 ഹോൾ ക്യൂബ് ആവും. ഇവിടെയും എന്താ ചെയ്യേണ്ടത്, s plus 1 into s-2 ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഒരു s-2 ക്യാൻസൽ ചെയ്താൽ s plus 1 into s-2 ഹോൾ സ്ക്വയർ പ്ലസ് c ഇൻറ്റു ഇവിടെ s plus 1 into s-2 ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ, രണ്ടെണ്ണം ക്യാൻസൽ ആവും. ബാക്കിയുള്ളത് s plus 1 into s-2 പ്ലസ് ഇവിടെ s-2 ഹോൾ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് രണ്ടും ക്യാൻസൽ ആവും, s plus 1. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5s² മൈനസ് 15s മൈനസ് 11 ഈക്വൽ ടു ഈ ന്യൂമറേറ്റർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ എയിം a b c d ഈ 4 കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുകയാണ്. വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓരോ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂ 0 ആവുന്ന രീതിയിൽ നമുക്ക് എടുക്കാം, അതൊരു മെത്തേഡ്. പിന്നെ നമുക്ക് കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം, കോൺസ്റ്റൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ലെഫ്റ്റിനും റൈറ്റിലുള്ള കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം, അതുപോലെ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്നത് എസ്സിന് വാല്യൂസ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എസ്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആവും, ഇത് 0 ആവും, ഈ ടേം 0 ആവും, ഇതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ s is equal to 2 കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും s ഉള്ളിടത്ത് s equal to 2 എന്ന് കൊടുക്കണം. അപ്പോൾ 5 into 2 square മൈനസ് 15 into 2 മൈനസ് 11 ഈക്വൽ ടു ഇതെല്ലാം 0 ആയി പോയി, ബാക്കിയുള്ളത് d into 2 plus 1. 5 into 2 square, 2 square 4, 4 into 5 20 minus 15 into 2 30 minus 11 equal to 2 plus 1 3, 3 into d എന്നാവും. അപ്പോൾ 20 minus 30 minus 11 ചെയ്താൽ minus 21 equal to 3d. therefore d equal to minus 21/3 minus 7. ഡീൻ്റെ വാല്യൂ കിട്ടി. ഇനി അടുത്തത് എസ്സിന് -1 കൊടുത്താൽ ഇത് 0 ആവും, ഇത് 0 ആവും, ഇതും 0 ആവും. സോ s ഈക്വൽ ടു -1 കൊടുക്കുക. അപ്പോൾ 5 into -1 ഹോൾ സ്ക്വയർ മൈനസ് 15 into -1 മൈനസ് 11 ഈക്വൽ ടു ബാക്കി നിൽക്കുക ഈ ടേം മാത്രമാണ് a into -1 -2 ഹോൾ ക്യൂബ്. -1ൻ്റെ സ്ക്വയർ 1, 1 into 5 5, minus 15 into -1 ചെയ്താൽ plus 15 minus 11 equal to -1 -2 -3, -3ൻ്റെ ക്യൂബ് minus 27 a എന്നാവും. അപ്പോൾ 5 plus 15 20 minus 11 9 equal to minus 27 a. therefore a equal to -9/27. 9 27 നമ്മൾ 3 ടൈംസ് ക്യാൻസൽ ചെയ്യാം. സോ a equal to -1/3. ഇനി എസ്സിന് ഏത് കൊടുത്താലും ഇതൊന്നും എന്താവില്ല, 0 ആവില്ല. സോ നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടത് കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുകയും കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുകയാണ്. സോ രണ്ട് വാല്യൂ നമുക്ക് എയും ഡിയും കിട്ടി. ഇനി നമുക്ക് എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, കാരണം എല്ലാ ടേമിലും ഇല്ലാത്തത് എടുക്കുന്നതാണ് നമ്മൾ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ എസ് ക്യൂബ് ലെഫ്റ്റിലില്ല, അപ്പോൾ ലെഫ്റ്റിൽ 0 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ s-2 ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്താൽ എസ് ക്യൂബ് എന്നൊരു ടേം ഉണ്ടാവും. സോ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ a, ഇവിടെ s plus 1 into s-2 ഹോൾ സ്ക്വയർ എന്നുണ്ട്.
എസ് മൈനസ് 2 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്താൽ ഫസ്റ്റ് ടേം എസ് സ്ക്വയർ, അതും ഇവിടുത്തെ എസും കൂടി ഇൻറ്റു ചെയ്താൽ എസ് ക്യൂബ് ആവും. സോ എസ് ക്യൂബിൻ്റെ കോയിഫിഷ്യൻറ്റ് ബി. ഇനി ഇതൊന്നും മൾട്ടിപ്ലൈ ചെയ്താൽ എസ് ക്യൂബ് വരില്ല. സോ എ പ്ലസ് ബി ഈക്വൾ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ബി ഈസ് ഈക്വൾ ടു എന്തെന്ന് വരും? മൈനസ് എ അവിടെ കിട്ടിയിട്ടുണ്ട് -1/3 ആണെന്ന്. സോ ബി ഈക്വൾ ടു -a എന്ന് പറഞ്ഞാൽ ഇതിന് മൈനസ് കൊടുത്താൽ 1/3. സോ എയും ബിയും ഡിയും കിട്ടി. ഇനി സി ആണ് നമുക്ക് കിട്ടേണ്ടത്. സി കിട്ടാൻ എന്ത് ചെയ്യുക? സി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യാണ്. കാരണം എസ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എസ് സ്ക്വയറിൻ്റെ ടേം വരും, ഇതിലൊരു എസ് സ്ക്വയറിൻ്റെ ടേം വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഈ ഇക്വേഷനിലെ കോൺസ്റ്റൻറ്റ് എന്താണ്? -11. ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും, കാരണം -2ൻ്റെ ക്യൂബാണ് ലാസ്റ്റ് ടേം. -2ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ല, എസ് മൈനസ് 2 ഹോൾ ക്യൂബിനെ എക്സ്പാൻഡ് ചെയ്താൽ എസ് ക്യൂബ് -3s² ഇൻറ്റു 2 + 3s² -2 ക്യൂബ് എന്ന് വരും. -2ൻ്റെ ക്യൂബ് -8 ഇൻറ്റു എ, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് -8a പ്ലസ് ഈ ടേമിൽ കോൺസ്റ്റൻറ്റ് ഏതാണ്? -2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു 1 ചെയ്താൽ 4. അപ്പോൾ 4b ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഇവിടെ 1 ഇൻറ്റു -2 ചെയ്താൽ -2c എന്നുള്ള കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ഇവിടെ ഒരു ഡി ഉണ്ട്, പ്ലസ് ഡി. അപ്പോൾ -11 ഈക്വൾ ടു, ഇവിടെ എൻ്റെ വാല്യൂ നമുക്കറിയാം 1/3 ആണെന്ന്. സോ -8 ഇൻറ്റു 1/3, സോറി എൻ്റെ വാല്യൂ -1/3. അപ്പോൾ -8 ഇൻറ്റു -1/3 ചെയ്താൽ 8/3 പ്ലസ് 4 ഇൻറ്റു ബീൻ്റെ വാല്യൂ 1/3 ആണ്. സോ 4/3 -2c. ഡീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട് -7. അപ്പോൾ -11 ഈക്വൾ ടു 8/3 പ്ലസ് 4/3 12/3 -2c -7 12/3 4 ആണ്. സോ -11 ഈക്വൾ ടു 4 -2c -7 വിച്ച് ഇംപ്ലൈസ് -11 ഈക്വൾ ടു 4 -7 -3 -2c വിച്ച് ഇംപ്ലൈസ് 2c ഈക്വൾ ടു -2c ഇങ്ങോട്ട് എടുത്താൽ 2c ഈക്വൾ ടു -11 അങ്ങോട്ട് കൊണ്ടുപോകുക. അപ്പോൾ -3 + 11 2c ഈക്വൾ ടു എന്തെന്ന് വരും? -3 + 11 8, c ഈക്വൾ ടു 8/2 4. അപ്പോൾ എ ബി സി ഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദഫോർ 5s² - 15s - 11 ബൈ s + 1 ഇൻറ്റു s - 2 ഹോൾ ക്യൂബ് ഈക്വൾ ടു ഇതിൻ്റെ എല്ലാം വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വാല്യൂ -1/3 പ്ലസ് -1/3 ബൈ s + 1 പ്ലസ് ബീൻ്റെ വാല്യൂ 1/3 ബൈ s - 2 പ്ലസ് സീൻ്റെ വാല്യൂ 4 ബൈ s - 2 ഹോൾ സ്ക്വയർ മൈനസ് ഡീൻ്റെ വാല്യൂ -7 ആണ്. സോ -7 ബൈ s - 2 ഹോൾ ക്യൂബ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനൊക്കെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എൽ ഇൻവേഴ്സ് ആണ്. സോ എല്ലാറ്റിനും എൽ ഇൻവേഴ്സിന് കൊടുക്കുക. സോ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം ഇസ് ഈക്വൽ ടു -1/3 കോൺസ്റ്റൻറ്റ് വെളിയിലേക്ക് എടുക്കാം. -1/3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s + 1 പ്ലസ് ഇതിൽ നിന്ന് 1/3 വെളിയിലേക്ക് എടുക്കാം. സോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 4 വെളിയിലേക്ക് എടുത്താൽ 4 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 ഹോൾ സ്ക്വയർ -7 വെളിയിലേക്ക് എടുത്താൽ എൽ ഇൻവേഴ്സ് ഓഫ് 1/s - 2 ഹോൾ ക്യൂബ് which is equal to -1/3 into L inverse of 1/s minus a e raised to at ആണ്. So 1/s plus 1 e raised to minus t plus 1/3 into L inverse of 1/s minus 2 എന്നുള്ളത് എന്താവും? e raised to minus 2t അല്ലെ 1/s minus a എന്ന് പറഞ്ഞാൽ e raised to at ആണ്. So 1/s minus 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -2t അല്ല 1/s minus a എന്ന് പറഞ്ഞാൽ e raised to 8 ആണ്. സോ 1/3 e raised to 2t പ്ലസ് L ഇൻവേഴ്സ് ഓഫ് 1/s raised to n ആണെങ്കിൽ 1/s raised to n ആണെങ്കിൽ t raised to n minus 1/n minus 1 ഫാക്ടോറിയൽ ആണ്. s മൈനസ് a എന്ന് വരികയാണെന്നുണ്ടെങ്കിൽ e raised to at ഇൻറ്റു ഈ ഫോമിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ 1/s² എന്ന് പറഞ്ഞാൽ എന്താ? t raised to 2 minus 1/2 minus 1 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് t raised to 2 minus 1 എന്ന് പറഞ്ഞാൽ t എന്ന് വരും. s minus 2 ഉള്ളത് കൊണ്ട് t ഇൻറ്റു e raised to 2t minus 7 s minus 2 7 e raised to 2t ഇൻറ്റു t square by 2 factorial s minus 2 ഹോൾ ക്യൂബ് ആണെങ്കിൽ ഒന്ന് കുറച്ചിട്ട് എഴുതുക t square by 2 factorial which is equal to -1/3 e raised to minus t plus 1/3 e raised to 2t മൈനസ് ഇല്ല കേട്ടോ 4t e raised to 2t minus 7/2 t square 2 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 2 ആണ്. സോ -7/2 t square e raised to 2t എന്ന് എഴുതാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3s plus 1 divided by s minus 1 into s square plus 1 ആണ്. ഒരെണ്ണം ലീനിയറും മറ്റേത് ക്വാഡ്രാറ്റിക്കും ആണ്. സോ ലീനിയറിന് എങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ? a by ലീനിയർ ഫാക്ടർ s minus 1 plus s square plus 1. ക്വാഡ്രാറ്റിക് ആണെങ്കിൽ bs plus c ഡിവൈഡഡ് ബൈ എന്ന് വേണം എഴുതാൻ, അല്ലെങ്കിൽ as plus b എന്നാണ് ഫോം. a നമ്മളിവിടെ എടുത്തത് കൊണ്ട് അടുത്ത കോൺസ്റ്റൻറ്റ് കൊടുത്തു bs plus c ബൈ
ക്വാഡ്രാറ്റിക് എഴുതുക എസ് സ്ക്വയർ പ്ലസ് 1. ഇനി എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 കൊണ്ട് ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ ഈ ഇക്വേഷൻ ഫുള്ളായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ ലെഫ്റ്റിൽ ഇത് ക്യാൻസൽ ചെയ്ത് പോയി 3s പ്ലസ് 1 ഈക്വൽ ടു റൈറ്റിൽ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്താൽ എസ് മൈനസ് 1 ക്യാൻസൽ ചെയ്ത് എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് ഇതിൽ എസ് സ്ക്വയർ പ്ലസ് 1 ക്യാൻസൽ ചെയ്താൽ എസ് മൈനസ് 1. ഇനി നമുക്ക് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കിട്ടണം. എസ്സിന് -1 കൊടുത്താൽ ഈ ടേം ക്യാൻസൽ ആയി എൻ്റെ വാല്യൂ കിട്ടും. എസ്സിന് 1 കൊടുത്താൽ അപ്പോൾ എസ്സിന് 1 കൊടുത്താൽ 3 ഇൻറ്റു 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 പ്ലസ് 1. ഇത് 0 ആയി. അപ്പോൾ 3 ഇൻറ്റു 1 3 പ്ലസ് 1 ഈക്വൽ ടു 2a, എ ഈക്വൽ ടു 3 പ്ലസ് 1 4 ആണ്. സോ 4 ഈക്വൽ ടു 2a എന്നാവും. എ ഈക്വൽ ടു 4/2 2. ഇനി ബിയും സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ആണ്. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ ലെഫ്റ്റിലെ എസ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് 0. അപ്പോൾ 0 ഈക്വൽ ടു ഇവിടെ എസ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻ്റ് എയും ഉണ്ട്, ഇവിടെ ബിയും ഉണ്ട്. സോ എ പ്ലസ് ബി ഈക്വൽ ടു 0 എന്നാവും. എ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബി ഈക്വൽ ടു അപ്പോൾ എന്ത് വരും -a. എ ഈക്വൽ ടു 2 ആയതുകൊണ്ട് ബീൻ്റെ വാല്യൂ -2. ഇനി അടുത്ത് നമുക്ക് സി ആണ് കണ്ടുപിടിക്കേണ്ടത്. സി എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻറ്റ് ഇക്വേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ലെഫ്റ്റിലെ കോൺസ്റ്റൻറ്റ് 1, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് a മൈനസ് സി. 1 ഈക്വൽ ടു എ മൈനസ് സി. എൻ്റെ വാല്യൂ നമുക്കറിയാം. സോ 1 ഈക്വൽ ടു എൻ്റെ വാല്യൂ 2 ആണ്. സോ 1 ഈക്വൽ ടു 2 മൈനസ് സി. ദഫോർ സി ഈക്വൽ ടു 2 മൈനസ് 1. ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദഫോർ 3s പ്ലസ് 1/s മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു എക്ക് പകരം 2 കൊടുക്കുക. 2/s മൈനസ് 1 പ്ലസ് ബിക്ക് പകരം -2s പ്ലസ് സിക്ക് പകരം 1/s സ്ക്വയർ പ്ലസ് 1. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. -2s/s സ്ക്വയർ പ്ലസ് 1 എന്നും 1/s സ്ക്വയർ പ്ലസ് 1 എന്നും. ദഫോർ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം ഇസ് ഈക്വൽ ടു 2 വെളിയിലേക്ക് എടുക്കാം. എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 1 മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് s/s സ്ക്വയർ പ്ലസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1 which is equal to 2 into 1/s minus a എന്ന് പറഞ്ഞാൽ e raised to at ആണ്. ഇവിടെ എക്ക് പകരം 1. സോ 2 e raised to t മൈനസ് 2 ഇൻറ്റു s/s സ്ക്വയർ പ്ലസ് a സ്ക്വയർ കോസ് at ആണ്. ഇവിടെ എക്ക് പകരം 1. സോ കോസ് t പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. മുകളിൽ 1 വന്ന സൈൻ ആണ്. സോ സൈൻ t ആണ് ഇതിൻ്റെ ആൻസർ.